ടേസ്റ്റി വഴുതനങ്ങ തീയൽ ഓർ കത്തിരിക്ക തീയൽ. ഇതുണ്ടെങ്കിൽ പിന്നെ ഊണിന് വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ വീട്ടിലുണ്ടായ കത്തിരിക്കയാണെങ്കിൽ കത്തിരിക്കയും കുറച്ച് ഗ്രീൻ ചില്ലിയൊക്കെ പിക്ക് ചെയ്തുകൊണ്ട് വന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടോ. ആദ്യം നമുക്ക് കുറച്ച് പുളി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം, ചെറിയ വാട്ടറിൽ. തീയലാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോഴും പുളി മുമ്പിൽ നിൽക്കണം കേട്ടോ. അതുകൊണ്ടാണ് പുളി വെള്ളത്തിലിട്ട് വെക്കുന്നത്. നമുക്ക് വഴുതനങ്ങ ഇതേപോലെ കട്ട് ചെയ്ത് ഗ്രീൻ ചില്ലിയും ഒണിയനും ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. അമ്മയൊക്കെ പറയാറുള്ളത് ഈ വഴുതനങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് വെക്കണം. അവര് പറയുന്നത് ഈ വഴുതനങ്ങയ്ക്കകത്തൊരു കറ പോലെ ഉണ്ടെന്ന്. അപ്പൊ വെള്ളത്തിലിട്ട് വെച്ചാൽ ക്ലീൻ ആയിട്ട് കട്ടോ. നെക്സ്റ്റ് അരയ്ക്കാനുള്ള കോക്കനട്ടും അതിന്റെ കൂടെ ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, പിന്നെ ആവശ്യമുള്ളത് ഫെനുഗ്രിക് പൗഡർ ആൻഡ് ടർമറിക് എല്ലാം എടുത്തു വെച്ചു. കുറച്ച് കടുകും മുളകും ആദ്യം പാൻ ചൂടാക്കി വെച്ചിട്ട് കോക്കനട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പം ഫെനുഗ്രിക് പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു വറുത്ത മണം വരും. ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊറിയാൻഡർ ആൻഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് അതുകൂടെ ഒന്ന് വറുത്തെടുക്കാം. ലാസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ടർമറിക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിമിന്റെ ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ടർമറിക് പൗഡർ ലാസ്റ്റ് ഇടുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കൂൾ ചെയ്യാൻ വെക്കാം. നന്നായിട്ട് കൂൾ ചെയ്ത് വന്ന ശേഷം അരച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ അരച്ചെടുക്കുക. ഒക്കെ റെഡി ആയിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനു മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ആ വഴുതനങ്ങയിൽ അതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി ഡ്രെയിൻ ചെയ്ത് വെക്കുക. ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് സാൾട്ട് ഇട്ട് ലൈറ്റ് ബ്രൗൺ കളർ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഗ്രീൻ ചില്ലി, കറി ലീഫൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരിഞ്ഞു വെച്ച വഴുതനങ്ങയിലേക്ക് ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും പിന്നെ പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പും പിന്നെ ആ പുളിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത്, എനിക്കിപ്പോൾ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് സാൾട്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. സാൾട്ട് വേണമെങ്കിൽ കുറച്ച് സാൾട്ടും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വഴുതനങ്ങ നന്നായിട്ട് കുക്ക് ചെയ്ത് തരണം കേട്ടോ. ഈ സമയത്ത് ഒരു പാനിൽ കോക്കനട്ട് ഓയിൽ ചൂടാക്കി കടുക് പിന്നെ വറ്റൽമുളകൊക്കെ ഇട്ട് വറുത്തിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വറ്റൽമുളകും ഈ കടുകൊക്കെ നന്നായിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഈ തീയലിന് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറി ലീഫ് ഇട്ടോ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതേപോലെ ഒന്ന് വറുത്ത കറി ലീഫ് കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്താൽ അടിപൊളി തീയൽ റെഡി. വറുത്തരച്ച് തേങ്ങ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വഴുതനങ്ങ തീയൽ ഓർ കത്തിരിക്ക തീയൽ.